ഓഫറിൽ ഇല്ല 10 800 900 ഉണ്ട്. ഓഫറിൽ നമുക്ക് 9600 രൂപയ്ക്കാണ് കിട്ടിയത്. എംഐയുടെ സാധനം. ഇത് MIയുടെ സ്വന്തം സാധനമല്ല, MIയുടെ സബ് ബ്രാൻഡ് അങ്ങനെയാണ്. 2K 70 MI ആപ്പ് എനേബിൾഡ് എന്തിനാണ്? ആപ്പ് വെച്ച് ഇത് കാണാൻ പറ്റും. ഓക്കെ. ബിൽഡിൻ വൈഫൈ ഉണ്ട്, GPS ഉണ്ട്. ഓക്കെ, നമുക്ക് തുറക്കാം. അത് മറ്റേ സാധനം എടുക്കും. അതിൻ്റെ വാറണ്ടി കാർഡായിരിക്കും. ആൻറ്റി സ്റ്റാറ്റിക് സ്റ്റിക്കർ. അങ്ങോട്ട് പോയി പ്ലേറ്റ് കൊടുക്കും. ഓക്കെ, അതിൻ്റെ കണക്ഷൻ പറയണം. ഇതെന്തോ പിന്നെ ഇത് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയോട് കണക്ട് ചെയ്യുന്ന സാധനം. ഓക്കെ, ഇത് നമ്മുടെ ടൈപ്പ് C to ടൈപ്പ് B to ടൈപ്പ് A. അപ്പോൾ അതിനൊരു ചാർജർ വേണ്ടി വയ്ക്കണം വണ്ടിയിൽ. അതുകൊണ്ട് ഓക്കെ. ഡുവലാണല്ലേ? അഡീഷണൽ MIയുടെ ഇതിൽ കുത്തണം. MIയുടെ സാധനം ഇതിൽ കുത്തുക. ഓക്കെ, സെറ്റാക്കുക. ഇത് ഡാഷ് ക്യാം ഒട്ടിച്ചേക്കാനുള്ള സാധനം. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത നമുക്ക് സാധനം. ഇത് ബാക്ക് ക്യാമറ അല്ലേ? ഓക്കെ, അതിനെ കണ്ടിട്ടൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. മെയിൻ സാധനം വർക്ക് ഇങ്ങനെയാണ് സാധനം ഉപയോഗിക്കുന്നത്. താഴോട്ടാക്കുക അല്ലേ? തട്ടുന്നുണ്ടോ ക്യാമറ അതിൽ? ഗ്ലാസ് തട്ടുന്നുണ്ടോ ക്യാമറ? കറക്റ്റ് തന്നെ, കറക്റ്റാണ്. ഓക്കെ, അത് ഈ സാധനം ഇങ്ങനെ പിടിപ്പിക്കണം. നവംബർ 3 അല്ലേ? ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇത്രയും വരെ എത്തിയിരിക്കുകയാണ്. ക്യാമറ കൊടുത്തു, ഇതുവഴി എടുത്തു, കേബിൾ ടൈ അടിച്ച് വയറിതിലെ എൻ്റെ അടി വരെ എത്തിയിട്ടുള്ളൂ. ഇത്ര മതിയല്ലോ വേറെ അല്ലേ? ബാക്കി നമുക്ക് ചുറ്റി വയ്ക്കാം. ഈസി വയറ് അത് കഴിഞ്ഞപ്പോൾ അടയ്ക്കാനൊന്നും തടസ്സമൊന്നുമില്ല. കേബിളൊന്നും വെളിയിലാകുന്നില്ല. ഓക്കെയാണ്. ഫ്രണ്ട് ക്യാമറ കണക്ഷൻ റെഡി. അടുത്തത് ബാക്ക് ക്യാമറ.
ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മളെ ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അതിനെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യാനായിട്ട് പോവുകയാണ്. സീം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. മെക്കാനിക് കെബീറും ഓൺ സപ്പോർട്ടിന് എത്തിയിട്ടുണ്ട് സൈറ്റിൽ. കണക്ഷനൊക്കെ വയറിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബാക്ക് ക്യാമറ കുറച്ച് ക്ലാരിറ്റി പ്രശ്നമുണ്ട്. എന്താ പേപ്പർ ഒട്ടിച്ചേക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. ബാക്ക് ക്യാമറ വ്യൂ ഒന്ന് കാണിച്ച്. അതാണ് ബാക്ക് ക്യാമറ വ്യൂ. ബാക്ക് ക്യാമറ അത് ശോഭമാണ്.